ഹലോ ഫ്രണ്ട്സ്, ഫൈൻ ട്രൂത്ത് ബ്ലോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അസൂയ നല്ലതാണ്, ചീത്തയാണ്. അതിന് രണ്ട് വശമുണ്ട്. ഇപ്പം നമ്മുടെ കുട്ടി സ്കൂളിൽ പഠിക്കുന്നു. ഈ കുട്ടി മറ്റു കുട്ടികളെക്കാളൊക്കെ മുൻപന്തി വരണം, അവന് ക്ലാസ്സിലെ സ്കൂളിൽ 1ാം സ്ഥാനത്ത് വരണം എന്നുള്ളത് ചിന്തിക്കുന്നത് ഒരസൂയല്ലേ. മറ്റു കുട്ടികളെക്കാളും എൻ്റെ കുട്ടി മികച്ച് നിൽക്കണമെന്ന് ചിന്തിക്കുന്നത് ഒരസൂയ. അല്ലെങ്കിൽ നമ്മുടെ കുട്ടി പിന്നിലായിപ്പോയി മറ്റൊരു കുട്ടി, അയൽപക്കത്തെ കുട്ടിയോ മറ്റൊരു കുട്ടിയോ സ്കൂളിൽ മുൻപന്തിയിലേക്ക് വരുന്നു എന്നറിയുമ്പോൾ നമുക്ക് ചെറിയൊരു കണ്ണുകടി, ഒരു വിഷമം ഉള്ളിൽ, എന്താ അത് എന്നുള്ളത്. അപ്പം ഇവിടെ ഈ അസൂയ വരാനുള്ള മുഖ്യമായ കാരണം മറ്റുള്ളവരുള്ള സ്നേഹക്കുറവല്ലേ? ചിന്തിച്ചു നോക്കി. അതാണ് ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ നിങ്ങളുടെ കുട്ടി ക്ലാസ്സിൽ 1ാമത് വരുന്നു, ഓട്ടത്തിൽ 1ാമത് വരുന്നു, അല്ലെങ്കിൽ മറ്റു കുട്ടികളെക്കാൾ മികച്ചു നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് സന്തോഷമുണ്ട്. നിങ്ങളല്ല വാസ്തവത്തിൽ നിങ്ങളുടെ കുട്ടി. അപ്പം ആ കുട്ടിയോട് നിങ്ങൾക്ക് നിങ്ങളുടെ മകനാണ് അല്ലെങ്കിൽ മകളാണ്, ആ കുട്ടിയോട് അസൂയ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ലല്ലോ. കാരണം അവനോട് നിങ്ങൾക്ക് സ്നേഹമുണ്ട്, നിങ്ങളുടെ സ്വന്തം മകനാണ് അല്ലെങ്കിൽ മകളാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ആ കാര്യത്തിൽ അസൂയ തോന്നുന്നില്ല, അത് നമ്മുടെ വീട്ടിൽപ്പെട്ടവരാണ് എന്നുള്ളതുകൊണ്ടാണ്. അപ്പം ഈ നമ്മുടെ സ്വന്തം മകനെ പോലെയോ മകളെ പോലെയോ ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് അയൽപക്കത്തെ കുട്ടിയോടോ അവൻ മികച്ചു നിൽക്കുമ്പോഴോ, അല്ലെങ്കിൽ അവൻ്റെ പുരോഗതിയിലോ, അല്ലെങ്കിൽ അയൽക്കാർ വീട് വെക്കുമ്പോഴോ, അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക പുരോഗതിയിലോ നമുക്ക് അസൂയ തോന്നാണ്ടിരിക്കണമെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങളിൽ ഒരാളെ പോലെ അദ്ദേഹത്തെ കാണുകയാണെങ്കിൽ ആ പ്രശ്നം വരുമോ? ഇല്ല. നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ഒരു നേട്ടം വരുവാണെങ്കിൽ നമ്മൾ അതിനെ അസൂയോട് കാണുമോ? ഇല്ല. നമ്മൾ അവരോടൊപ്പം സന്തോഷിക്കും, അല്ലേ? അപ്പോൾ അയൽപക്കക്കാരൻ്റെ പുരോഗതിയിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ സന്തോഷിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താ? നമുക്ക് അവരോട് സ്നേഹക്കുറവുണ്ടെന്നല്ലേ അത് സൂചിപ്പിക്കുന്നത്. ചിന്തിച്ചു നോക്കി. അപ്പോൾ ഈ അസൂയെ മറികടക്കാനുള്ള സംഗതി നമ്മൾ അവിടെ ഉള്ളു തുറന്ന് സ്നേഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അസൂയ ഇതിനെ മറികടക്കാൻ തക്കണം കഴിയും. ശരിയല്ലേ? ചിന്തിച്ചു നോക്കി. എന്നാൽ അസൂയ, നല്ല അസൂയുണ്ട്. നല്ല അസൂയ വെച്ചാൽ ആരോഗ്യപരമായ അസൂയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മികച്ചു നിൽക്കണം എന്നൊരു തോന്നൽ, മറ്റുള്ളവരെ അപേക്ഷിച്ച് എനിക്ക് മികച്ചു നിൽക്കണം എന്നുള്ളൊരു പുരോഗമന ചിന്തയുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് ഗമിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പുരോഗതിയിലേക്ക് വരാൻ കഴിയുള്ളൂ. മറ്റുള്ളവരുടെ ഒപ്പം അല്ലെങ്കിൽ അയൽവക്കാരുടെ ഒപ്പം എനിക്ക് സാമ്പത്തികം വേണം എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ പറമ്പിലങ്ങ് പണിയുവാണ്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥ കൂടുതൽ പ്രകടമാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവും. അതൊരു വശമാണ്. പക്ഷേ അവൻ്റെ ഉയർച്ചയിൽ അസൂയപ്പെട്ടുകൊണ്ടല്ല, മറിച്ച് അവനെ പോലെ എനിക്കും ആകണം എന്നുള്ള ചിന്തയിൽ നിന്നാണെങ്കിൽ ആ ഒരു ചിന്തയിൽ അത് അസൂയല്ല. ആ ഒരു ചിന്ത വരുവാണെങ്കിൽ നമുക്ക് പുരോഗതി വരുത്താൻ കഴിയും. മറ്റുള്ളവരെല്ലാം നേട്ടങ്ങൾ കൊയ്യുന്നു, അതിൽ അസൂയപ്പെടുന്നതിന് പകരമായിട്ട് അവരെ പോലെ എനിക്കും ആകണം എന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു മനസ്സ് കാണിക്കുകയാണെങ്കിൽ അത് ആരോഗ്യവഹമായ അസൂയയാണ്, അല്ലേ? അതിന് കുഴപ്പമില്ല. അങ്ങനെ വേണ്ടത്. അപ്പം അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്കുണ്ടെങ്കിൽ അത് നല്ലതല്ലേ? അവര് നമ്മുടെ അയൽവക്കാർ പുരോഗതി പ്രാപിച്ചു വരുന്നതോ അവർ സാമ്പത്തികമായിട്ട് മെച്ചപ്പെടുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് നല്ലതല്ലേ വാസ്തവത്തിൽ, അല്ലേ? നമുക്ക് പിന്നീട് ഉപകാരങ്ങളില്ലേ അവരെ കൊണ്ട്? ഇല്ലെങ്കിലും നമ്മൾ യഥാർത്ഥത്തിൽ അങ്ങനെ കണ്ണുകടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ സ്നേഹക്കുറവാണ് എൻ്റെ ബേസിക് ആയിട്ടുള്ള സംഭവം. അപ്പോൾ നമ്മൾ ഉള്ളു തുറന്ന് സ്നേഹിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള അസൂയ ഒഴിവാക്കാൻ കഴിയും. കാരണം ഇത് മനസ്സിൽ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിൽ സ്വസ്ഥത കിട്ടത്തില്ല. നമ്മളെപ്പോഴും അവരെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും, അവർ തകർന്നു കാണാൻ തക്കണം ആഗ്രഹിക്കും. അത് നല്ല ചിന്തയല്ല അത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തിനും ശാരീരിക ആരോഗ്യത്തിനും മാനസിക ആരോഗ്യത്തിനും ഒക്കെ നല്ലത് അസൂയ ഇല്ലാത്തൊരു മനോഭാവമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിഞ്ഞ എല്ലാ ടിപ്സ് പ്രദാനം ചെയ്തെന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ വലിയ കമൻറ്റ് രേഖപ്പെടുത്തി ബെൽ ബട്ടൺ കൂടെ അമർത്തി അടുത്ത വീഡിയോകൾ നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയമായി കാണാം. അതുവരെ ഗുഡ് ബൈ.